എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഒരിക്കൽ കൂടെ ഇന്ന് രാത്രിയിൽ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് നമുക്ക് PAP കൂടി ഉള്ളതുകൊണ്ട് വളരെ വേഗത്തിൽ നിർത്തേണ്ടതായിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ തുടങ്ങി വെച്ച ഒരു വചന ശുശ്രൂഷയുടെ ബാക്കി ഭാഗം ഇന്ന് കണ്ടിന്യൂ ചെയ്തതിനാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ശരണപ്പെടുന്നത്. അന്ന് നമ്മൾ നോക്കിയത് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ളതായ വിഷയത്തെയാണ് നമ്മൾ തുടങ്ങി വെച്ചത്. യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്തൊക്കെ തെളിവാക്കുന്നു, എന്തൊക്കെ വെളിവാക്കുന്നു എന്നുള്ള വിഷയത്തിലാണ് പ്രാരംഭത്തിൽ നമ്മൾ നോക്കിയത്. അതിനുശേഷമായി യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ, അതോ ആരെങ്കിലും എഴുതി കൂട്ടിയ കഥകളാണോ ഇങ്ങനെയുള്ളത്? നമുക്ക് വിശ്വസനീയമായ നിലയിൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിന്റെ പുറകിൽ ആരാധിച്ച് യേശുവിന്റെ നാമത്തെ ഉയർത്തി നടന്നിട്ട് കാര്യമുള്ളൂ. അതിലെന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്നുള്ളതായിരുന്നു നമ്മൾ നോക്കി വെച്ചത്. ആ പറഞ്ഞ കാര്യങ്ങളൊന്ന് വളരെ വേഗത്തിൽ ഒന്ന് ഓർപ്പിച്ചതിന് ശേഷമായിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനാണ് കർത്താവിന്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നത്. യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തെളിയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ചുരുക്കത്തിൽ നോക്കി. ഒന്നാമതായി നമ്മൾ പറഞ്ഞത് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. യേശു കർത്താവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നു. അതിന്റെ വേദഭാഗം റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ ഇവിടെ കാണുന്ന ഇപ്രകാരമാണ്: മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവൻ. അപ്പൊ അവിടെ പറയുന്ന കാര്യം, യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തെളിയിക്കുന്നത് എന്താണ്? വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന്. യേശു കർത്താവ് അവൻ ഡിവൈൻ ആണെന്ന്, ദൈവികമായ അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള ആ ഒരു കാര്യം എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പഴയ നിയമ പ്രവചനങ്ങളിൽ പ്രവചിച്ചിട്ടിരുന്ന പ്രവചനങ്ങളുടെ നിവൃത്തിയാണെന്ന് തിരുവചനത്തിൽ കൂടെ കാണുന്നു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ഇപ്രകാരമാണ്: ക്രിസ്തുയേശു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം എന്ത് ചെയ്തു? അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. അപ്പൊ അവിടെ പറയുന്ന തിരുവെഴുത്തുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? യേശു കർത്താവിന്റെ മരണത്തെയും അടക്കത്തെയും പുനരുത്ഥാനത്തെയും കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെവിടെയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്ന? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു: നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല എന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അതേ വേദഭാഗം അപ്പോസ്തലനായ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങളിലും ആ വേദഭാഗത്തിൽ എടുത്തുകൊണ്ട് യേശു കർത്താവ് ഇസ്രായേലിന് വേണ്ടി, ലോക ജനതയ്ക്ക് വേണ്ടി അയക്കപ്പെട്ട ദൈവത്തിന്റെ മശുക എന്നുള്ളതിന്റെ തെളിവായിട്ട് അവിടെ എടുത്തു കാണിക്കുന്നതായി നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴും അവിടെ യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കും, മശിഹ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതായ പ്രവചനത്തിന്റെ ശബ്ദത്തെ അവിടെ കാണാനായി കഴിയുന്നുണ്ട്. അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്: എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അത് മരിക്കുമെന്നുള്ളതിന്റെ പ്രവചന ശബ്ദമാണ്. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണും. മരിച്ചതിന് ശേഷമായി എന്ത് ചെയ്യും? അവൻ ഉയർത്തെഴുന്നേൽക്കും, സന്തതിയെ കാണും, ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. ആ പ്രവചന ശബ്ദം സൂചിപ്പിക്കുന്നത് മശിഹയായിട്ട് കടന്നു വരുന്ന വ്യക്തി എന്ത് ചെയ്യും? കഷ്ടം അനുഭവിക്കുകയും മരിക്കുകയും മരിച്ചതിന് ശേഷമായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്നുള്ളതായ പ്രവചന ശബ്ദമാണ് അവിടെ നമുക്ക് കാണാനായി കഴിയുന്നത്. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തെളിയിക്കുന്ന കാര്യം എന്താണ്? യേശു കർത്താവ് പ്രവചനങ്ങളുടെ നിവൃത്തിയായി പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ചിട്ട മശിഹയാണ് എന്നുള്ളതിന്റെ തെളിവാണ് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് തെളിവായി കാണുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15-ന്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നൽകിയിട്ടുള്ള ഭാഗ്യകരമായ ഒരു പദവി എന്താണ്? അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്: യേശു കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. അടുത്ത വാക്യം പദവിപ്രകാരമാണ്: ഇന്നും നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? യേശു കർത്താവ് മരിച്ച ഒരു അകൃത്യയാഗമായി അടക്കപ്പെട്ടിരുന്നു എങ്കിൽ, അവിടെ വെച്ച് ചരിത്രം തീർന്നിരുന്നു എങ്കിൽ നമ്മുടെ പാപത്തിന്റെ ഒരു പരിഹാരത്തിന് നമുക്ക് ഉറപ്പ് വരികയില്ലായിരുന്നു. യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ എഴുന്നേൽപ്പിച്ചത് കൊണ്ട് എന്താണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്? പിതാവായ ദൈവം
പുത്രൻ മാനവ ജനതയ്ക്ക് വേണ്ടി അർപ്പിച്ച യാഗത്തെ പിതാവ് സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവ്. എന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെ ആ കൃപാസനത്തോട് അടുത്തു ചെന്ന് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി യാചിക്കാൻ കഴിയുന്ന ഒരിടമാണ് യേശുവിന്റെ പാദപീഠമെന്ന് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് തെളിയിച്ചു നൽകുകയാണ്. അടുത്ത കാര്യം നമ്മൾ വായിക്കുന്നത് റോമാലേഖനം 4:24 നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചു നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എന്തിനു വേണ്ടി? അടുത്തതായി യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഉറപ്പാക്കിയിരിക്കുന്ന ഒരു കാര്യം നമ്മളുടെ നീതീകരണം. നമ്മളുടെ നീതീകരണം കാരണം എന്താ? മശിഹ നമ്മുടെ പാപങ്ങളുടെ സകല മാനവജനത്തിന്റെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പാപം ഏറ്റെടുത്തുകൊണ്ട് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് യോഹന്നാൻ സ്നാപകൻ കാണിച്ച ആ ദൈവത്തിന്റെ കുഞ്ഞാട് സകല മാനവജനതയുടെയും പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവരി കുരിശിൽ അകർച്ചയാഗമായി തീർന്നു. ആ അകർച്ചയാഗമായി തീർന്നതിന് ശേഷമായിട്ട് അവിടെ നമ്മൾ കാണുന്ന പ്രകാരം അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചു. പക്ഷേ അടുത്ത പദപ്രകാരമാണ് നമ്മളുടെ നീതീകരണത്തിനായി എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ചു. നമ്മുടെ നീതീകരണത്തിനായി നമ്മുടെ പാപങ്ങളെല്ലാം ആ പുത്രന്റെ മേൽ കണക്കിട്ടിട്ട് നമ്മളെ നീതീകരിക്കുന്നതിന് വേണ്ടി, നമ്മളെ നീതിമാനം നേടുന്നതിന് വേണ്ടി ആ പുത്രൻ ഏതൊക്കെ പദവികളുടെ പിതാവായ ദൈവം കൊടുത്തിട്ടുണ്ടോ, ആ പുത്രന് ഏതൊക്കെ അവകാശങ്ങൾ ആ പുത്രന്റെ പിതാവായ ദൈവം കൊടുത്തിട്ടുണ്ടോ, അതെല്ലാം നമുക്ക് ലഭിക്കേണ്ടതിന് ഭാവി എന്ന ലേബൽ മാറ്റി നീതിമാൻ എന്ന ലേബൽ നമ്മൾക്ക് നൽകേണ്ടതിന് ആ പുത്രന്റെ മേലുള്ളതായ നീതി നമ്മുടെ മേൽ കണക്കിടേണ്ടതിന്. അതുകൊണ്ടാണ് പൗലോസ് പല ഭാഗങ്ങളിലും പറയുന്നത് നമ്മുടെ പ്രവർത്തികളാലല്ല നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പുത്രന്റെ നീതിയാണ് നമ്മുടെ മേൽ നീതിയായി കണക്കിട്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന നീതി പ്രവർത്തികളെല്ലാം കറപുരണ്ട തുണി പോലെയാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊന്നും ദൈവത്തോട് അടുപ്പിക്കാതിരിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ നീതിമാനാക്കുന്നതിന് വേണ്ടി, നമ്മളെ നീതീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രവർത്തികൾ ദോഷകരമായി നിൽക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ പാപങ്ങളെയും എല്ലാം പുത്രന്റെ മേൽ കണക്കിട്ട് ആ പുത്രന്റെ നീതിയെ നമ്മുടെ മേൽ ഉറപ്പാക്കി. അത് ഏതിലൂടെയാണ് നമുക്ക് വെളിവാകുന്നത്? ആ പുത്രന്റെ ഉയർപ്പിലൂടെ നമുക്ക് ആ ഉറപ്പ് നമുക്ക് നൽകുകയാണ്. ആ റോമാലേഖനം 10:9-10 വാക്യങ്ങൾ രക്ഷയുടെ നീതീകരണത്തിന്റെ ഭാഗം പറയുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം? നീതിക്കായി വിശ്വസിക്കണം. അവിടെ എന്താണ് നമ്മൾ പറയുന്നത്? രക്ഷിക്കപ്പെടുന്ന സമയത്ത് കർത്താവേ, എന്റെ നീതീകരണത്തിന് വേണ്ടി അങ്ങ് കാൽവരി കുരിശിൽ മരിച്ചു, എന്റെ നീതീകരണത്തിന് വേണ്ടി അങ്ങ് ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ആ പുത്രന്റെ നീതി നമ്മുടെ മേൽ കണക്കിടുകയാണ്. അത് യേശുവിന്റെ ഉയർപ്പിലൂടെ നമുക്ക് ലഭിച്ചതായ ഒരു ഭാഗ്യ പദവിയാണ്. അതിനുശേഷമായി നമുക്ക് വചനം വായിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരമാണ് പല മതങ്ങളും ചോദിക്കുന്ന, പല നിരീശ്വരവാദികളും ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്: മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ? മരണത്തിന് ശേഷം സ്വർഗമുണ്ടോ? മരിച്ചതിന് ശേഷമായിട്ട് ആരും ഇവിടേക്ക് മടങ്ങി വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്നുള്ളതായി ഉറപ്പൊരു മനുഷ്യനുമില്ല. എന്നാൽ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നതായ ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് പറഞ്ഞ പ്രകാരമാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതായ ജീവന്റെ അപ്പമാകുന്നു. അതേ വചനം തന്നെ പറയുന്നതായ ഒരു കാര്യമുണ്ട്: പിതാവായ സ്വർഗസ്വനായ പിതാവിനെ ആര് വെളിപ്പെടുത്തിയിരിക്കുന്നു? പിതാവിന്റെ മടിയിലിരിക്കുന്നതായ പുത്രൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ യേശു കർത്താവ് മരിച്ചതിലൂടെ, യേശു കർത്താവ് അടക്കപ്പെട്ടതിലൂടെ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിലൂടെ നമുക്ക് ലഭിച്ചതായ ഒരു ഉറപ്പുണ്ട്. മരണത്തിന് ശേഷമായിട്ട് ഒരു ജീവിതമുണ്ട് എന്നുള്ളത്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ മാത്രം നമ്മൾ പ്രത്യാശയുള്ളവരായി നമ്മൾക്ക് ജീവിക്കുന്നുള്ളൂ എങ്കിൽ, ഈ ഭൂമിയിൽ ചില അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ, ഈ ഭൂമിയിലേതായ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഓട്ടമെങ്കിൽ, മരണത്തോടുകൂടെ അതിനൊരു അവസാനം ഉണ്ടാകുക. എന്നാൽ ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം വചനം നൽകുന്ന ഒരു ഉറപ്പുണ്ട്: മരണത്തിന് ശേഷവും ഒരു ജീവിതമുണ്ട്. 1 കൊരിന്ത്യർ 15:19-20 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. സകല മതങ്ങളും മനുഷ്യന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, സകല മതങ്ങളും മനുഷ്യന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ളതായ യാഗങ്ങളും പൂജകളും പ്രാർത്ഥനകളും അവരെടുത്ത് കാണിക്കുന്നുണ്ട്. എന്നാൽ അതേപോലൊരു മതമായി ക്രിസ്തീയ മതം മാറാതിരിക്കേണ്ടതിന് വേണ്ടി ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അതിലുള്ള നമ്മുടെ പ്രത്യാശയെ ഉറപ്പിക്കുന്നതിന് വേണ്ടി യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ഇന്നും ഒരു ബലമായി, ഇന്നും നമുക്കൊരു ആശ്വാസമായി നിലകൊള്ളുകയാണ്. മരണത്തിന് ശേഷമുണ്ട് എന്നുള്ളത്, ആ ഒരു ഉറപ്പ് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നതായ പ്രത്യാശയാണ്. അപ്പോസ്തല പ്രവൃത്തി 17:31 അധ്യായത്തിൽ
31 വാക്യത്തിൽ നമ്മൾ വായിച്ചത് പ്രകാരമാണ്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ അവൻ ഒരു ദിവസത്തെ നിയമിച്ചു. അതെങ്ങനെയാണ് ഉറപ്പാകുന്നത്? അവനെ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഈ ലോകത്തിന് ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളത് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്, ഉറപ്പാക്കുന്നതായ ഒരു കാര്യമാണ്. ഇത്യാദി കാര്യങ്ങൾ, ഇങ്ങനെ 5-6 കാര്യങ്ങളാണ് യേശു കർത്താവിന്റെ ഉറപ്പിലൂടെ നമുക്ക് നൽകുന്ന പ്രത്യാശയും നമുക്ക് ലഭിക്കുന്ന പ്രത്യാശയും അത് ഉറപ്പാക്കുന്ന ചില കാര്യങ്ങളെ ചുരുക്കത്തിൽ നമ്മൾ കാണിച്ചത്. അതിനുശേഷമായിട്ട് നമ്മൾ നോക്കിയത് പ്രകാരമാണ് ഏത് തെളിവുകളാണ് ഇങ്ങനെ വിശ്വസിക്കുന്നതിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒന്ന് നടന്നു എന്ന് ഒരു ചരിത്ര പുസ്തകങ്ങൾ പല രേഖകൾ നമ്മൾ കാണുന്നു, പല എഴുത്തുകൾ നമ്മൾ കാണുന്നു. അതിന് എന്തെങ്കിലും വിശ്വസനീയമായ ചില തെളിവുകളുണ്ടോ? ബാഹ്യമായ ചില തെളിവുകൾ മാത്രമാണ് നമ്മൾ ചുരുക്കത്തിൽ നോക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി നമ്മൾ പറഞ്ഞത്, ഒന്നാമത്തെ തെളിവായിട്ട് നമ്മൾ പറഞ്ഞത്, യേശു കർത്താവിന്റെ ഡിസൈപ്പിൾസ്, യേശുവിന്റെ ശിഷ്യന്മാർ, അവർ തങ്ങൾ വിശ്വസിച്ച തങ്ങളുടെ ഗുരുനാഥന് വേണ്ടി അവരുടെ കഴുത്ത് വെച്ചു കൊടുത്തു, തങ്ങളുടെ ഗുരുനാഥന് വേണ്ടി അവരുടെ ജീവൻ ബലിയർപ്പിച്ചു. യേശു കർത്താവ് മരിച്ചതിന് ശേഷമായി ആ ചില മണിക്കൂറുകൾ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് നോക്കിയാൽ, യഹൂദന്മാരെ ഭയപ്പെട്ട് റൂമിനകത്ത് കയറി അടച്ചിരിക്കുന്നതായ ഭയത്തോടെ ഇരിക്കുന്ന ചില ശിഷ്യന്മാരെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് പല ആവർത്തി അവർക്ക് വെളിപ്പെടുന്നതായി, പ്രത്യക്ഷമാകുന്നതായി നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. ആ പ്രത്യക്ഷതയ്ക്ക് ശേഷമായി, യേശു കർത്താവ് അവർക്ക് വെളിപ്പെട്ടതിന് ശേഷമായി അവർ ഉറപ്പാക്കിയിരുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവിനെ റോമക്കാർ അടിച്ചു, യഹൂദന്മാരും റോമക്കാരും അവനെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവർ എന്ത് ചെയ്തു? അവനെ അടക്കി. അത് അവർക്ക് ഉറപ്പായിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ സകലതും അവസാനിച്ചു, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. തങ്ങൾക്കിനി യഹൂദന്മാരുടെ കയ്യാൽ മരണമേ ഉള്ളൂ എന്നുള്ള ഭയത്തിൽ ജീവിച്ചിരുന്ന ആ ശിഷ്യന്മാർ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ തങ്ങൾ വിശ്വസിച്ചതായ പ്രാണനാഥന് വേണ്ടി, തങ്ങളെ വീണ്ടെടുത്തതായ പ്രാണനാഥന് വേണ്ടി തങ്ങളുടെ കഴുത്തുകളെ നീട്ടി വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരെ പ്രാപ്തമാക്കിയ കാര്യം, തങ്ങൾ മരിച്ചു അടക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട യേശു കർത്താവിന് വേണ്ടി പത്രോസിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിയത് പ്രകാരമാണ്. വേലക്കാരിയുടെ ആ കൊച്ചിന്റെ മുമ്പിൽ 3 പ്രാവശ്യം തള്ളി പറഞ്ഞ ആ മനുഷ്യൻ, ആ ഭയത്തോട് നിന്ന മനുഷ്യൻ, ആ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഭയം കാണിച്ചതായ മനുഷ്യൻ പിന്നീട് നിന്ന് പറയാ, മനുഷ്യരെക്കാൾ അധികമായി ഞങ്ങൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. എന്താണ് അതിനു വേണ്ടി പ്രാപ്തമാക്കിയത്? സകല സാധാരണക്കാരനായ വെറും മുഖവരായിരുന്ന ഈ മനുഷ്യരൊക്കെ അതിധൈര്യത്തോടെ യേശുവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ അവരെ പ്രാപ്തമാക്കിയ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. തങ്ങൾ മരിച്ചു എന്ന് ഉറപ്പാക്കിയതായ തങ്ങളുടെ ഗുരുനാഥൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവർക്ക് പ്രത്യക്ഷമായി. അവർ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുവാൻ അവർക്കൊരു മടിയും വന്നില്ല. അതാണ് ഒന്നാമത്തെ തെളിവ്. ഭയചകിതരായിരുന്ന ശിഷ്യന്മാർ ആ യേശുവിന്റെ നാമത്തിന് വേണ്ടി മരിക്കുന്നതിന് വേണ്ടി അവർ അവരുടെ ജീവനെ വെച്ചു കൊടുത്തു. അത് തെളിവാക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവർക്ക് പ്രത്യക്ഷമായി. രണ്ടാമത്തേതായ ഒരു തെളിവ് നമുക്ക് കാണാനായി കഴിയുന്നത്, യേശുവിൽ വിശ്വസിക്കാതിരുന്ന ചില വ്യക്തികൾ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അവർക്ക് പ്രത്യക്ഷമായതിനു ശേഷം യേശുവിന് വേണ്ടി അവരുടെ ജീവൻ വെച്ചു കൊടുത്തു. ഒന്നാം നമ്മൾ പറഞ്ഞത്, യേശുവിനെ 3.5 വർഷക്കാലത്തോളം അനുഗമിച്ചിരുന്ന ശിഷ്യന്മാർ ഭയത്തോടെയായി, അവന്റെ മരണത്തോടെ അവർ ഭയചകിതരായി. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് കണ്ടതിന് ശേഷമായിട്ട് അവർ ധൈര്യത്തോടെ ആ നാമത്തെ ഉയർത്തുന്നു. രണ്ടാമത്തെ തെളിവ്, യേശു ഭൂമിയിലായിരുന്ന സമയത്ത് യേശു ചെയ്ത അത്ഭുതങ്ങളിൽ വിശ്വസിക്കാതിരുന്നതായ ചില വ്യക്തികളുണ്ട്. അതിൽ ഏറ്റവും അടുത്ത ആളുകളാണ് യേശു കർത്താവിന്റെ സഹോദരന്മാർ, യാക്കോബ്, യോസെ, യൂദ എന്നുള്ളതായ യേശുവിന്റെ സഹോദരന്മാർ. അതിലെ ഒരു സഹോദരനാണ് യാക്കോബ് എന്ന് പറയുന്നത്, യേശുവിന്റെ സഹോദരനായ യാക്കോബ്. ആ യാക്കോബ് ഈ നമുക്ക് നൽകിയിരിക്കുന്നതായി ലഭിക്കപ്പെട്ടിരിക്കുന്നതായ യാക്കോബിന്റെ ലേഖനം എഴുതിയത് യേശുവിന്റെ സഹോദരനായ യാക്കോബാണ്. അവിടെ എഴുതുമ്പോൾ തന്നെ ആദ്യത്തിൽ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്ന, യേശു ക്രിസ്തുവിന്റെ സഹോദരൻ എന്നല്ല അവിടെ പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ ദാസൻ. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യെരുശലേം കൗൺസിലിന്റെ ആ മുൻപന്തിയായ ലീഡർഷിപ്പിലേക്ക് നിൽക്കുന്ന വ്യക്തി ആരാണ്? യേശുവിന്റെ സഹോദരനായ യാക്കോബാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ യാക്കോബ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? യെരുശലേമിൽ പോയി അവിടെ നീ നിന്റെ അത്ഭുതങ്ങൾ ചെയ്യും.
അവിടെ നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അല്പം പ്രശസ്തി കിട്ടും, നിന്റെ പേരല്പം വളരും എന്ന് പറഞ്ഞ് യേശുവിനെ കളിയാക്കിയതായ സഹോദരന്. എന്നാൽ ഈ യാക്കോബിനെ കുറിച്ച് ജോസീഫസ് എന്ന് പറയുന്നതായ ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം പറയാം. ജോസീഫസ് യഹൂദ ചരിത്രകാരനായിരുന്ന ഫ്ലാവിയസ് ജോസീഫസ് എന്ന് പറയുന്ന ആ വ്യക്തി യേശുവിന്റെ സഹോദരനായ യാക്കോബിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ജീസസ് James, the brother of Jesus, stoned to death for his belief in his brother. യേശുവിന്റെ സഹോദരനായ യാക്കോബ് തന്റെ സ്വന്തം സഹോദരനുള്ള വിശ്വാസത്തിൽ മൂലമായി അവൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. എന്തുകൊണ്ടാണ് യേശുവിന്റെ സഹോദരൻ ഈ ഭൂമിയിൽ അവന്റെ കൂടെ ഇരുന്നപ്പോൾ, അവന്റെ കൂടെ സഞ്ചരിച്ചപ്പോൾ അവൻ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടും അവനിൽ വിശ്വസിക്കാതിരുന്ന യേശുവിന്റെ സഹോദരൻ തന്റെ ജീവൻ തന്റെ സഹോദരന് വേണ്ടി വെച്ചുകൊടുക്കാൻ കാരണമായി തീർന്നത്? യേശുവിൽ സംശയിച്ചിരുന്ന, യേശുവിൽ വിശ്വസിക്കാതിരുന്ന ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് തന്റെ ജീവൻ വെച്ചു കൊടുത്തത്? അത് മറുപടി പറയുന്ന ഒരു കാര്യമുണ്ട്. 1 കൊരിന്ത്യർ 15:7 അവിടെ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15:7 നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പും യേശു പ്രത്യക്ഷപ്പെട്ട ആളുകളെ കുറിച്ചും പറയുമ്പോൾ അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തുന്നത്. പിന്നെ അവൻ യാക്കോബിനും പിന്നെ അപ്പൊ ആ യാക്കോബ് ആരല്ല? അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട യാക്കോബല്ല. പിന്നെ അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആർക്ക് പ്രത്യക്ഷമായി? യേശുവിന്റെ സഹോദരനായ യാക്കോബിന് പ്രത്യക്ഷമായി. ഈ ഭൂമിയിൽ അത്ഭുതം ചെയ്ത യേശുവിന് സഹോദരൻ വിശ്വസിച്ചില്ല. ഈ ഭൂമിയിൽ വലിയ ടീച്ചിങ് ചെയ്തതായ തന്റെ സഹോദരനിൽ ആ സഹോദരൻ വിശ്വസിച്ചില്ല. എന്നാൽ ആ തന്റെ ജീവൻ എന്താണ് ആ സഹോദരന് വേണ്ടി തന്റെ ജീവൻ വെച്ചു കൊടുക്കുവാൻ, ആ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നതിന് വേണ്ടി തന്റെ ജീവൻ വെച്ചു കൊടുക്കുവാൻ പ്രാപ്തമാക്കിയ ഒരേ ഒരു കാരണമേ ഉള്ളൂ. തന്റെ സഹോദരൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, തനിക്ക് പ്രത്യക്ഷമായി. ആ ഉറപ്പാണ് യാക്കോബിനെ തന്റെ ജീവൻ തന്റെ സഹോദരന് വേണ്ടി വെച്ചു കൊടുക്കുവാൻ പ്രാപ്തമാക്കിയത്. അത് മറ്റൊരു തെളിവാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അപ്പോസ്തലൻ പൗലോസാണ്. പുതിയ നിയമസഭയ്ക്ക് എബ്രായ ലേഖനം ഉൾപ്പെടെ നമ്മൾ കരുതിയാൽ 14 ലേഖനം എഴുതിയ അപ്പോസ്തലൻ പൗലോസ് സഭയെ മുടിക്കുന്നതിന് വേണ്ടി, യേശുവിൽ വിശ്വസിക്കുന്നവരെ ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള അധികാരപത്രവുമായി അവരെ വലിച്ചിഴച്ചു കൊണ്ടുള്ളതായ പീഡന പരമ്പരകൾ ആരംഭിക്കുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശു കർത്താവ് അവരെ കണ്ടുമുട്ടുകയാണ്. അവിടെ യേശു പറയുന്ന ഒരു കാര്യം, കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അവിടെ വെച്ച് യേശുവിനെ കണ്ടുമുട്ടിയ പൗലോസ് തന്റെ ജീവൻ യേശുവിന് വേണ്ടി വെച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നത്. ഒരു യൂ ടേൺ അപ്പോസ്തലൻ പൗലോസ് എടുക്കുന്നതായി, ആ ശൗൽ എന്ന വ്യക്തി പിന്നീട് അപ്പോസ്തലൻ പൗലോസായി മാറുന്നതായി ചരിത്രം നമ്മളെ പഠിപ്പിക്കുക. ആ നാമത്തിന് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുവാൻ, വിട്ടുപിരിഞ്ഞ കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയത്തക്ക നിലയിൽ അപ്പോസ്തലനായ പൗലോസിനെ പ്രാപ്തമാക്കിയ ഘടകം ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അപ്പോസ്തലനായ പൗലോസ് കണ്ടു എന്നുള്ളതാണ്. ആ 1 കൊരിന്ത്യർ 15:8 വായിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒടുവിൽ അകാല പ്രജ പോലെ ആരെനിക്ക് പ്രത്യക്ഷമായി? യേശു എനിക്ക് എന്ത് ചെയ്തു? പ്രത്യക്ഷമായി. യാക്കോബിന് ശേഷം അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷമായി എന്നുള്ള ചരിത്രം പറഞ്ഞതിന് ശേഷം അപ്പോസ്തലൻ പൗലോസ് പറയാ, ഒടുവിൽ ഒരു അകാല പ്രജ പോലെ തള്ളപ്പെട്ടിരുന്ന, യാതൊരു യോഗ്യതയുമില്ലായിരുന്ന, ഇതിനൊന്നും അർഹമല്ലാതിരുന്ന എനിക്കും യേശു എന്ത് ചെയ്തു? പ്രത്യക്ഷമായി എന്ന് തന്റെ എഴുത്തുകളിൽ കൂടെ രേഖപ്പെടുത്തുക. അങ്ങനെ യേശുവിനെ വിശ്വസിക്കാതിരുന്നതായ സ്കെപ്റ്റിക്സ്, ഡൗട്ട്ഫുൾ ആയിരുന്ന ചില വ്യക്തികൾ ഇങ്ങനെ യേശുവിന്റെ നാമത്തിനു വേണ്ടി അധികാരത്തോടെ ഭയമില്ലാതെ അവർ നിൽക്കുവാൻ കാരണമായി തീർന്നത് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു അവർക്ക് പ്രത്യക്ഷമായെന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ തെളിവ്. മൂന്നാമതായി നമ്മൾ കാണാനായി കഴിയുന്നത്, യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന പല വിശ്വാസങ്ങളും അവിടെ വെച്ച് തകർക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യേശുവിൽ വിശ്വസിച്ചവർ കാലങ്ങളായി, നൂറ്റാണ്ടുകളായി അവർ ആചരിച്ചിരുന്നതായ പല വിശ്വാസങ്ങളും അവർ ഉപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാനായി കഴിയുന്നു. ഏകദേശം 700ഓളം വർഷങ്ങൾ ഇസ്രായേൽ ജനത ബാബിലോണിയ പ്രവാസത്തിലേക്കും അസീറിയക്കാരാലും പേർഷ്യക്കാരാലും ഇതേപോലുള്ള പല ജാതികളാൽ എന്ത് ചെയ്തു? പീഡിപ്പിക്കപ്പെട്ടു. ഇതേപോലുള്ള പല ജാതികളാൽ അവർ തകർക്കപ്പെട്ടു. പല പ്രാവശ്യം അവർ പ്രവാസ
നാശത്തിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചരിത്രത്തിൽ നമ്മൾ നോക്കിയാൽ ബാബിലോണിനെ നമുക്ക് കാണാനായി കഴിയത്തില്ല. അസീറിയ ജനവിഭാഗത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ആ പേർഷ്യക്കാരെയും അമോരൈറ്റ്സിനെയും ഇങ്ങനെയുള്ള പെരിസൈറ്റ്സിനെയും ഉള്ളതായ ജാതീയ വിഭാഗങ്ങളെ നമുക്ക് കാണാനായി കഴിയുന്നില്ല. എന്നാൽ ഇന്നും വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം യഹൂദന്മാർ എന്ന് പറയുന്നതായ ഒരു ജനവിഭാഗം ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഘടകം അവർ സ്വീകരിച്ച വിശ്വാസം അടുത്ത തലമുറയ്ക്ക് അവരെന്ത് ചെയ്യും? കൈമാറും. അവർ ആചരിച്ചു പോകുന്ന ആചാരങ്ങൾ അവർ തൊട്ട് അടുത്ത തലമുറയ്ക്ക് അവർ കൈമാറും. ആ ട്രഡീഷൻ നശിപ്പിക്കപ്പെടുവാൻ അവർ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അവരെ തകർത്തവർ, അവരെ അടിമകളാക്കിയവർ, അവർ മറ്റു ജനതകളുമായി സങ്കരമായി എന്താണ് പറയുക, ആ മിശ്രിതമായി ചേർന്ന് മറ്റു ജനവിഭാഗങ്ങളിലേക്ക് ലയിച്ചു തീർന്നപ്പോൾ, യുദ്ധങ്ങൾ കൊണ്ട് അവർ അവസാനിച്ചപ്പോൾ, യഹൂദന്മാർ എന്ന് പറയുന്നതായ ഒരു ജനവിഭാഗം നൂറ്റാണ്ടുകൾക്ക് ശേഷവും പലരാൽ അടിച്ചമർത്തപ്പെട്ടിട്ടും പലരായി തകർക്കപ്പെട്ടിട്ടും ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഘടകം അടുത്ത തലമുറകളിൽ അവർ ആചരിച്ചിരുന്ന ആചാരങ്ങളെ അവർ കൈമാറിയിരുന്നു. നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അവരുടേതായ ആ ഒരു ട്രഡീഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തങ്ങളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു എന്ന് തന്നെ അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ ആചാരങ്ങളും നിർമൂലമാകുന്നതിന് വേണ്ടി അവർ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ യേശു കർത്താവ് ഉയർച്ചെഴുന്നേറ്റ് ശേഷമായിട്ട്, യേശു കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് ശേഷമായിട്ട്, യേശുവിനെ ഉയർച്ചെഴുന്നേറ്റവനായി കണ്ടതിന് ശേഷമായിട്ട് ഒരു കൂട്ടം യഹൂദന്മാർ യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. അവർ വർഷങ്ങൾ, നൂറ്റാണ്ടുകളായി കൈമാറി സ്വീകരിച്ചു വന്ന, തലമുറകൾ കൈമാറി സ്വീകരിച്ചു വന്ന, ആചരിച്ചു വന്ന പല പ്രമാണങ്ങളും, പല ട്രഡീഷൻസും, പാരമ്പര്യങ്ങളും അവിടെ വെച്ച് ഉപേക്ഷിക്കുന്നതായി കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിലെ ഒന്നാണ് അനിമൽ സാക്രിഫൈസ്, മൃഗയാഗങ്ങൾ. പഴയ നിയമത്തിലുടനീളം ഓരോ വർഷങ്ങൾ കൂടുമ്പോൾ തങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവർ യെരൂശലേം ദേവാലയത്തിൽ കടന്നു വന്ന് പാപയാഗം അവർ നടത്തിയിരുന്നു. എന്നാൽ യേശു കർത്താവ് ഉയർച്ചെഴുന്നേറ്റു എന്നുള്ള ഉറപ്പ് വന്നതിന് ശേഷമായി തങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഒരു ഏകയാഗം അർപ്പിക്കപ്പെട്ടു എന്നുള്ള തെളിവ് അവർക്ക് കിട്ടിയത് കൊണ്ട് ആ യേശുവിൽ വിശ്വസിച്ചിരുന്ന ആ യഹൂദന്മാർ പിന്നീട് അവർ ഒരു മൃഗത്തെ യാഗമായി കൊടുക്കുന്നതായി നമുക്ക് കാണാനായി കഴിയുന്നില്ല. നൂറ്റാണ്ടുകളായി ആചരിച്ചു വന്നതായ സംസ്കാരമാണ്. എന്നാൽ യേശു ഉയർച്ചെഴുന്നേറ്റു എന്നുള്ള ഉറപ്പ് അവർക്ക് കിട്ടിയത് കൊണ്ട് യേശുവിനെ അനുഗമിക്കുന്ന ആ വിശ്വാസികൾ ആ മൃഗയാഗങ്ങൾക്ക് വേണ്ടി തുനിയുന്നതായി നമുക്ക് കാണാനായി കഴിയുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് യഹോവയായ ദൈവം 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ ശബത്തിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്നുള്ള ഒരു കൽപ്പന കർത്താവ് കൊടുക്കുന്നുണ്ട്. ശബത്തിനെ ആചരിച്ചു പോകുന്ന യഹൂദന്മാർ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പ്രകാരമാണ് കാണുന്നത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അപ്പം നുറുക്കുവാൻ ഞങ്ങൾ കൂടി വന്നപ്പോൾ ഇതാ ആ പാരമ്പര്യങ്ങളെ, നൂറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന പാരമ്പര്യത്തെ മാറ്റി നിർത്തി ഞായറാഴ്ച എന്നൊരു ദിവസം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്നൊരു ദിവസം ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി കൂടി വരത്തക്ക നിലയിൽ അവരെ പ്രാപ്തമാക്കിയ ഘടകമെന്താ? തങ്ങൾ മരിച്ചിട്ട് ഉയർച്ചെഴുന്നേറ്റ യേശു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവർക്ക് പ്രത്യക്ഷമായ ഒരു യേശുവുണ്ട് എന്നുള്ള തിരിച്ചറിവ് ആ യേശുവിന് വേണ്ടി ആ ഒരു ദിവസത്തെ വേർതിരിക്കുവാൻ അവരെ പ്രാപ്തമാക്കി തീർന്നതായി കാണാനായി കഴിയുന്നുണ്ട്. പഴയ നിയമത്തിൽ നമുക്കറിയാം യഹോവയായ ദൈവത്തെ ഏക കർത്താവ്, ഏക ദൈവം എന്ന് വിശ്വസിച്ചിരുന്ന യഹൂദന്മാർ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉയർച്ചെഴുന്നേറ്റ യേശു ഞങ്ങളുടെ കർത്താവ് എന്ന് പറയുക. അത് നോക്കിയ പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ യേശു ദൈവമാണെന്ന് ഉറപ്പിച്ച് പറയാൻ അവരെ പ്രാപ്തമാക്കിയ ഘടകം ഉയർച്ചെഴുന്നേറ്റ യേശു അവർക്ക് പ്രത്യക്ഷമായി എന്നുള്ളതാണ്. അടുത്തതായി ഒരു തെളിവാണ് ചർച്ചിന്റെ ഉയർച്ചെഴുന്നേൽപ്പ്, സഭയുടെ ഉയർച്ചെഴുന്നേൽപ്പ്. ചില വ്യക്തികൾ കൊണ്ട് അവസാനിക്കേണ്ടതായിരുന്നു. യേശുവിന്റെ മരണം കൊണ്ട് ആ ചരിത്രം അവിടെ അവസാനിച്ചിരുന്നു എങ്കിൽ ആ 12 വ്യക്തികളുമായി ആരംഭിച്ചതായിരുന്നു മൂവ്മെന്റ് അവിടെ വെച്ച് അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ, പെന്തക്കോസ്ത് നാൾ കടന്നു വന്നപ്പോൾ 3000 പേർ സഭയോട് ചേരുക. അടുത്ത അധ്യായം കാണുന്ന 5000 പേർ, 7000 പേരായി സഭയുടെ എണ്ണം വർദ്ധിക്കുക. സഭ ലോകം മുഴുവനും പടർന്നു പന്തലിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയരെ, ക്രൂശീകരണം കൊണ്ട് നിരാശയുടെ അനുഭവത്തിലേതായ ചില വ്യക്തികളെ കൊണ്ട് ഈ ലോകമാകെ പടർന്ന് പന്തലിക്കത്തക്ക നിലയിൽ സഭയുടെ ഉയർച്ചെഴുന്നേൽപ്പ് നമ്മൾ ഇന്ന് കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണമാക്കി തീർച്ച ഒരേ ഒരു ഘടകമേ ഉള്ളൂ.
മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവരുടെ ദൃഷ്ടികളാൽ അവർ കണ്ടിരുന്നു. അവർ കണ്ണുകൊണ്ട് കണ്ടത് അവരുടെ കരം സ്പർശിച്ചതായ സത്യത്തിന് വേണ്ടി അവർ എഴുന്നേറ്റ് നിൽക്കുന്നതായി നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. പ്രിയരെ, ഇങ്ങനെ നൂറ്റാണ്ടുകളായി അവർ സ്വീകരിച്ചു വന്നിരുന്നതായ പല പാരമ്പര്യങ്ങളെ മാറ്റിവെച്ചിട്ട് ഇതാ യേശുവിന് വേണ്ടി പുതിയൊരു പാരമ്പര്യം തുടങ്ങുന്ന യഹൂദന്മാരെ നമുക്ക് കാണാനായി കഴിയുക. പല നൂറ്റാണ്ടുകൾ അവർ പലരുടെ അടിമച്ചത്തിൽ കിടന്നിട്ടും തകർക്കുവാൻ അനുവദിക്കാതെ, തകരുവാൻ അനുവദിക്കാതെ അവർ സൂക്ഷിച്ചു വന്നിരുന്ന പാരമ്പര്യം ചുരുക്കം ചില ദിവസങ്ങളിൽ ഒരു സൈഡിലേക്ക് മാറ്റിവെക്കുവാൻ അവർക്ക് കഴിഞ്ഞു എങ്കിൽ അതിന്റെ കാരണം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവരുടെ ദൃഷ്ടികളാൽ അവർ കണ്ടു എന്നുള്ളതാണ്. ഇന്ന് കാണുന്ന സഭ പല പ്രതികൂലങ്ങളിൽ കടന്നു പോകുന്നു. എന്റെ വാക്കിൽ അവസാനിപ്പിക്കാനായിട്ട് പോകുക. പ്രിയരെ, സഭ ഇന്ന് കാണുന്ന തലത്തിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ, എല്ലാ ഗോത്രങ്ങളിലേക്ക്, എല്ലാ ഭാഷകളിലേക്ക്, എല്ലാ വംശങ്ങളിലേക്ക് ഈ സഭ വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ കായബലം കൊണ്ടല്ല അത് സാധ്യമായി തീർന്നത്. മനുഷ്യന്റെ നിയമവ്യവസ്ഥയുടെ സഹായം കൊണ്ടല്ല അത് കാരണമായി തീർന്നത്. പ്രിയരെ, എന്തെങ്കിലും പ്രത്യേകമായ പൊളിറ്റിക്കൽ പാർട്ടികളുടേതായ ആ പദവികൾ കൊണ്ടല്ല, അവരുടേതായ പവർ കൊണ്ടല്ല ഈ സഭ ഇത്രയും വിശാലമായ നിലയിൽ വളർത്തപ്പെട്ടത്. ഏതൊരു പണ്ഡിതനും ഏതൊരു ഭാവനനും ഈ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ എല്ലാ ഗോത്രങ്ങളിൽ, എല്ലാ ഭാഷകളിൽ, വംശക്കാരിൽ നിന്നും യേശു കർത്താവ് എന്ന് പറയത്തക്ക നിലയിൽ അവരെ പ്രാപ്തമാക്കി തീർത്ത ഒരേ ഒരു ഘടകമേ ഉള്ളൂ, ഉയർത്തെഴുന്നേറ്റ യേശു. അതിന് പിന്നിൽ പ്രവർത്തിക്കുകയാണ് യേശു. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ആ കൊരിന്ത്യർ ലേഖനത്തിലാണെന്ന് ഇങ്ങനെ പറയുന്നൊരു വാക്യമുണ്ട്. ആ ക്രിസ്തുവിനെ റോമാലേഖനത്തിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെയും എന്ത് ചെയ്യും? മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട ആ ചുരുക്കം ചില വ്യക്തികളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്ന് ഈ ലോകത്തിന്റെ വിവിധ എല്ലാ കോണുകളിലേക്കും ദൈവത്തിന്റെ നാമം വ്യാപരിക്കുവാൻ, ദൈവത്തിന്റെ സഭ വ്യാപരിക്കുവാൻ പ്രാപ്തമാക്കി തീർന്നിട്ടുണ്ടെങ്കിൽ പ്രിയരെ, ഇന്ന് രാത്രി ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് അനുഭവിച്ചാൽ തിരുനാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് നമ്മളെ പ്രാപ്തരാക്കും. ഏത് പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാൻ, ഏത് പ്രതിസന്ധികളുടെ മുമ്പിലും ആ തിരുനാമത്തെ ഉയർത്തുവാൻ, നമ്മുടെ നാവിനെ ബലപ്പെടുത്തക്ക നിലയിൽ, നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തക്ക നിലയിൽ, ഏതൊരു മരണത്തിന്റെയും ഭയത്തിന്റെയും മുമ്പിലും യേശു കർത്താവ് എന്ന ആ നാമത്തെ ഉയർത്തുവാൻ നമ്മളെ പ്രാപ്തമാകത്തക്ക നിലയിൽ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നമ്മളെ ബലപ്പെടുത്തും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.